അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. എന്നെ കണ്ടപ്പോൾ നിങ്ങളൊക്കെ എഴുന്നേറ്റ് നിന്നൂലേ? സാധാരണ മക്കളെ കണ്ടാൽ മാതാപിതാക്കൾ എഴുന്നേറ്റ് നിൽക്കാറില്ല. ഉണ്ടോ? അത് കേൾക്കുന്നുണ്ടോ? സുഖമില്ലാത്തവരൊക്കെ ഇരുന്നു. അൽഹംദുലില്ലാഹ് സുഖമുള്ളവരൊക്കെ എന്തായാലും എണീറ്റ് നിന്നു. അള്ളാഹു ആഫിയത്തും ആരോഗ്യം അള്ളാഹു തരട്ടെ. മരിക്കണൊരു നിൽക്കാനുള്ള ഭാഗ്യം അള്ളാഹു തരട്ടെ. നിങ്ങളുടെ രക്തത്തിനൊക്കെ അള്ളാഹു നല്ല ശക്തി അള്ളാഹു നൽകട്ടെ. ആഫിയത്ത് അള്ളാഹു തരട്ടെ. ഇഞ്ഞങ്ങൾ ഇരുന്നോളി. അങ്ങനെ അതാണ് മര്യാദ. ഇഞ്ഞങ്ങൾ ഇരിക്കും. അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ പറയണത്? മലയാളം നിങ്ങൾക്ക് ആർക്കും അറിയില്ലേ? അള്ളാഹ് അത് കുറച്ച് കൂടിപ്പോയി. അങ്ങോട്ട് കേൾക്കുന്നുണ്ടോ? ആരും തൽക്കാലം ഒരു 5 മിനിറ്റ് സംസാരിക്കരുത്. ഷഫീഖ, മൈക്ക് മദ്രസയുടെ അടുത്ത് കേൾക്കുന്നുണ്ടോ? പോയേക്കാണ്. ഒരു 5 മിനിറ്റ് ആരും, ഒരു 5-10 മിനിറ്റ് ആരും സംസാരിക്കരുത്. കാരണം എന്താ അറിയോ? നമുക്ക് ഒരുപാട് വിഷമങ്ങൾ അള്ളാഹു തന്നിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? ആ വിഷമമുള്ളതുകൊണ്ടല്ലേ നിങ്ങൾ വന്നത് അല്ലേ? ആ വിഷമമുള്ളത് കൊണ്ട് ഒരുപാട് ദൂരത്തുനിന്ന് ബസ്സൊക്കെ പിടിച്ച്, കാറൊക്കെ പിടിച്ച്, ഓട്ടോസൊക്കെ പിടിച്ച് ഇവിടെ വന്ന എന്തിനാ? വിഷമങ്ങൾ പറയാനാ അല്ലേ? അപ്പം നിങ്ങൾ കൂടുതൽ ആൾക്കാർ എന്ത് ചെയ്യണം? വയസ്സായ ആൾക്കാരൊക്കെ നീച്ചു നിൽക്കണം, ചെറുപ്പക്കാരൊക്കെ ഇരിക്കണം. മനസ്സിലായില്ല? ഞാൻ പെണ്ണുങ്ങളോടാ പറയുന്നത്. ഒരു കസാല പോലും അല്ല, ഒച്ച കേൾക്കുന്നുണ്ടോന്നറിയോ? ഈ ഒച്ച കേൾക്കുന്നുണ്ട് പോയേക്കാനെന്ന്. എന്നാലും എൻ്റെ സമാധാനത്തിൽ നിന്ന് പോയൊക്കെ മൈക്ക് ഉപയോഗിക്കട്ടെ. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറയുന്നത് എന്താ അറിയോ? വയസ്സായ ഉമ്മമാർ നിൽക്കണം. നോക്കി എന്നിട്ട് ഒരു ഒന്ന് നോക്കി, നിങ്ങളൊന്ന് നോക്കി, നിങ്ങൾക്ക് മനസ്സിലാവും. ഉമ്മമാർക്ക് സീറ്റ് കൊടുക്കുക, അതൊരു ഹൈറല്ലേ? അതൊരു ബർക്കത്തല്ലേ? അതിലൂടെ വിഷമങ്ങൾ അല്ലാഹു മാറ്റി തരട്ടടോ അല്ലേ വേണ്ടേ? അതാ വയസ്സായി ഉമ്മ നീച്ചു. നിങ്ങൾക്ക് വയസ്സായി കൂടെ ഇരുന്നോളി. അപ്പോ ഇൻഷാ അല്ലാഹ് ഈ ദുആ അല്ലാതെ വേറെ മരുന്ന് ഇവിടെ ഇല്ല. അപ്പൊ ഈ ദുആ അല്ലാതെ മരുന്ന് ഇവിടെ വേറെ ഇല്ല. ഇപ്പൊ ദുആ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾക്ക് അനുഗ്രഹം കിട്ടിയത്. അപ്പോ എന്റെ കൂടെ 3 ഫാത്തിഹങ്ങൾ ഓതണം. മനസ്സിലായില്ലേ? എന്റെ കൂടെ 3 ഫാത്തിഹങ്ങൾ ഓതണം. 6 സ്വലാത്ത് ചൊല്ലണം. ഒരുപാട് പേര് യതീമക്കളെ സഹായിച്ചവരുണ്ട്, പാവപ്പെട്ടവരെ സഹായിച്ചവരുണ്ട്, സ്ഥലം മുടക്കാൻ പൈസ തന്നവരുണ്ട്, ഒരുപാട് പേര് രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഒരുപാട് പ്രയാസമുള്ളവരുണ്ട് അല്ലേ? ചെറുതായിട്ടോ ഉസ്താദുമാർക്ക് ഒന്നും ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. എന്റെ കൂടെ 3 ഫാത്തിഹ ഓതണം. ഇന്നത്തെ ദിവസം അല്ലാഹു അവിടെ ഇനി കുറക്കണം അല്ലേ? കുറച്ചളി അത് കുറച്ച് മദ്രസക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ, പൊതുപരീക്ഷയാണ്. اللهم بارك لنا في رجب وشعبان. അപ്പോ സംസാരിച്ചാ പോയി. ഇന്നത്തെ ദിവസം അവിടുത്തെ അള്ളാഹു അവിടുത്തെ ഹൈറിന്റെ കിതാബിൽ നമ്മളെ പേര് അള്ളാഹ് എഴുതി വെക്കട്ടെ. നമ്മൾ ഈ മജ്‌ലിസിൽ പങ്കെടുത്തതിന്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് വിഷമായി വന്നവരാ. ഹൈദരാബാദിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിക്കണ്, കൊടുകുന്ന്, തൃശ്ശൂർ, എല്ലാ ഭാഗത്തു നിന്നുണ്ട്. തിരിച്ച് അവര് വീട്ടിലെത്തുമ്പോഴത്തേക്കുള്ള സന്തോഷ വാർത്ത അള്ളാഹ് അറിയിച്ചിട്ട് إلى حضرة روح نبينا وحبيبنا المصطفى وربنا محمد صلى الله عليه وسلم. والفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. وإلى حضرة أبو بكر الصديق وعمر الفاروق وعثمان وعلي رضي الله تعالى عنه. إلى حضرة حمزة القرار وإلى حضرة سعد بن معاذ وإلى حضرة خالد بن وليد وإلى حضرة ذو القرنين وإلى حضرة فاطمة الزهراء وخديجة الكبرى وعائشة الطهرى أمهات المؤمنين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم.
الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم ولا الضالين آمين. وإلى حضرة السيد أحمد جلال الدين البخاري കാട്ടിത്തറ പാപ്പ وإلى حضرة കാഞ്ഞിരമറ്റം فريد ولي الله وإلى حضرة ഹിവാരാമറ്റ പാപ്പ وإلى حضرة فاطمة بيبي مرحبا مرحبا وإلى حضرة മറൂസി തങ്ങൾ പാപ്പ وإلى حضرة മറൂസി തങ്ങൾ പാപ്പ وإلى حضرة مصر بوكوية تنغر بابا وإلى حضرة ربال بسيط عتبيبي وإلى حضرة ربال بسيط بكل بيبي مرحبا مرحبا الله أولياءك مرحبا. الفاتحة. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر لك بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. اللهم صل على سيدنا محمد الفاتح لما غلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي وعلى آله قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره مقداره العظيم. الله പരിശുദ്ധമാക്കപ്പെട്ട ശഅബാനിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിക്കൊടുക്കണല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا فيه للصيام والقيام والذكر وتلاوة القرآن مع الصحة والعافية يا رب العالمين. الله 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 الله. അല്ലാഹു ഒരുപാട് വിഷമങ്ങളുള്ളവരാ, ഒരുപാട് പ്രയാസങ്ങളുള്ളവരാ. ഒരുമിച്ച് കൂടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ തീർത്തു കൊടുക്കണല്ലോ. അല്ലാഹുവേ, ഞങ്ങൾ ഓതിയ സൂറത്തുൽ ഫാത്തിഹയെ നീ സ്വീകരിക്കണമല്ലോ. അതിന്റെ ഓരോരോ ഹറഫിന്റെയും ഓരോരോ അക്ഷരങ്ങളെ പ്രതിഫലം നീ ഞങ്ങൾക്ക് നൽകണം അല്ലാഹ്. അല്ലാഹ്, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയെ നീ സ്വീകരിക്കണല്ലോ. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയെ നീ സ്വീകരിക്കണം അല്ലാഹ്. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക്
സ്വാലിഹായ മക്കളെ നീ കൊടുക്കണമല്ലോ, സ്വാലിഹായ മക്കളെ നീ കൊടുക്കണമല്ലോ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണമല്ലോ, വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണമല്ലോ. ഒരുപാട് പേര് വാടക വീട്ടിലാണ്, സ്വന്തമായിട്ടൊരു വീട് വെക്കാനുള്ള സമ്പത്ത് നൽകണമല്ലോ. അല്ലാഹുവേ, ഞങ്ങളിൽപ്പെട്ട പലരും കടങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. എല്ലാരെ കടങ്ങളും വീടാനൊരു വഴി ഞങ്ങൾക്ക് കാണിച്ചു കൊണ്ട് റബ്ബേ, കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ, കടക്കാരനായി ഞങ്ങളെ മരിപ്പിക്കല്ല അല്ലാ. അല്ലാ, ഞങ്ങളിൽപ്പെട്ട പലരും രോഗികളാണ്. ട്യൂമർ ഉള്ളവരുണ്ട്, തലവേദന വന്നവരുണ്ട്, മൈഗ്രെയിൻ ഉള്ളവരുണ്ട്, ചെന്നിക്കുത്തുള്ളവരുണ്ട്, തലയിൽ മുഴയുള്ളവരുണ്ട്, തലയുള്ളിൽ മുഴയുള്ളവരുണ്ട്, തല ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, കണ്ണ് കാണാത്തവരുണ്ട്, കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടവരുണ്ട്, കണ്ണിൽ തിമിരം വന്നവരുണ്ട്, കണ്ണ് ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട്, മൂക്കിൽ അലർജി ഉള്ളവരുണ്ട്, അല്ലാഹുവേ ചെവി കേൾക്കാത്തവരുണ്ട്, അല്ലാഹുവേ ചെവി പൊട്ടിയൊലിക്കുന്നവരുണ്ട്, അല്ലാഹുവേ ചെവി മാത്രം ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്, അല്ലാഹുവേ ഒരുപാട് പേർക്ക് മൂക്കിൽ ദശയുള്ളവരുണ്ട്, തുമ്മലുള്ളവരുണ്ട്, അലർജി രോഗങ്ങളുള്ളവരുണ്ട്, വായിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, സംസാരം നിലച്ചുപോയവരുണ്ട്, സംസാരിക്കാത്തവരുണ്ട്, തൊണ്ടയിൽ മുഴയുള്ളവരുണ്ട്, ടോൺസസ് ഉള്ളവരുണ്ട്, തൈറോയ്ഡ് വന്നവരുണ്ട്, PCOD വന്നവരുണ്ട്, അല്ലാഹുവേ കൈപ്പല വേദനിക്കുന്നവരുണ്ട്, ഷോളർ വേദനിക്കുന്നവരുണ്ട്, നെഞ്ച് വേദനിക്കുന്നവരുണ്ട്, അറ്റാക്ക് വന്നവരുണ്ട്, ശ്വാസം മുട്ടുള്ളവരുണ്ട്, ലിവർ സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, വാൽവ് സംബന്ധമായ രോഗങ്ങളുള്ളവരുണ്ട്, കിഡ്നിയിൽ കല്ലുള്ളവരുണ്ട്, ഡയാലിസിസ് ചെയ്യുന്നവരുണ്ട്, കിഡ്നിയിൽ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, ആമാശയത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, വയറ്റിൽ പുണ്ണുള്ളവരുണ്ട്, വയറ്റിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, വയറ്റിൽ മുഴയുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ താഴ്ന്നു പോകുന്നവരുണ്ട്, ഗർഭപാത്രത്തിൽ പ്രയാസങ്ങളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ കുമിളകളുള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ ക്യാൻസർ ഉള്ളവരുണ്ട്, ഗർഭപാത്രത്തിൽ കാരണം ബ്ലീഡിങ്ങിന്റെ രോഗമുള്ളവരുണ്ട്, അല്ലാഹുവേ പൈൽസിന്റെ രോഗമുള്ളവരുണ്ട്, മലദ്വാരത്തിന് ക്യാൻസർ ഉള്ളവരുണ്ട്, മൂത്രാശയ രോഗങ്ങളുള്ളവരുണ്ട്, മുട്ട് വേദനിക്കുന്നവരുണ്ട്, യൂറിക് ആസിഡ് ഉള്ളവരുണ്ട്, ആമവാദമുള്ളവരുണ്ട്, രക്തവാദമുള്ളവരുണ്ട്, ചുടുവാദമുള്ളവരുണ്ട്, സോറിയാസിന്റെ ചൊറിച്ചിലുള്ളവരുണ്ട്, സാധാരണ ചൊറിച്ചിലുള്ളവരുണ്ട്, വട്ടച്ചൊറിയുള്ളവരുണ്ട്, അല്ലാഹുവേ മറ്റു പ്രയാസങ്ങളുള്ളവരുണ്ട്, അപസ്മാര രോഗങ്ങളുള്ളവരുണ്ട്, അല്ലാഹുവേ വെള്ളപ്പാണ്ട് വന്നവരുണ്ട്, ഷുഗർ വന്നവരുണ്ട്, പ്രഷർ വന്നവരുണ്ട്, അല്ലാഹുവേ ഒരുപാട് പേർക്ക് മാനസിക രോഗമുള്ളവരുണ്ട്. എല്ലാവരുടെ രോഗവും നീ ശിഫയാക്കണമല്ല, രോഗം തന്ന് പരീക്ഷിക്കല്ല അല്ല, പെട്ടെന്നുള്ള മരണങ്ങൾ തരല്ല അല്ല, അപകട മരണങ്ങൾ തരല്ല അല്ല. ഒരു മൂലയിൽ കിടന്നിട്ട് ഞങ്ങളെ കാഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാളെടുക്കേണ്ട ഒരവസ്ഥ നീ വരുത്തല്ല റബ്ബേ. അല്ലാ, ഞങ്ങളെ വീട്ടിൽ സമാധാനം നൽകണമല്ല, ഞങ്ങളെ വീട്ടിൽ സന്തോഷം നൽകണമല്ല. അല്ലാഹുവേ ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല, ഞങ്ങളെ ഭർത്താക്കന്മാർ നന്നാക്കണമല്ല, ഞങ്ങളെ മരുമക്കളെ നന്നാക്കണമല്ല, ഞങ്ങളെ പേരമക്കൾ നന്നാക്കണമല്ല, ഞങ്ങളെ ആങ്ങളമാർ നന്നാക്കണമല്ല, ഞങ്ങളെ ഉപ്പമാരെ നന്നാക്കണമല്ല. അവരെ കല്ലിനടിമയാക്കല്ല അല്ല, അവരെ കഞ്ചാവിനടിമയാക്കല്ല അല്ല, അവരെ പെണ്ണിനടിമയാക്കല്ല അല്ല, അവരെ ഫോൺ അടിമയാക്കല്ല അല്ല, അവരെ ചൂട്ടുകളിക്ക് അടിമകളാക്കല്ല അല്ല, ലോട്ടറിക്ക് അടിമകളാക്കല്ല അല്ല. പെട്ടുപോയവരൊക്കെ മോചനം നൽകണമല്ല. അല്ലാ, ഞങ്ങളെ മക്കള് പ്രവാസികളാണ്, ഞങ്ങളെ ഭർത്താക്കന്മാര് പ്രവാസികളാണ്, ഞങ്ങളെ മരുമക്കള് പ്രവാസികളാണ്, ഞങ്ങളെ പേരമക്കള് പ്രവാസികളാണ്, ഞങ്ങളെ ആങ്ങളമാര് പ്രവാസികളാണ്, ഈ കൂട്ടത്തിലെ പലരും പ്രവാസികളാണ്. അവരെ ജനാസ പെട്ടിയിലാക്കി, അവരെ മയ്യത്ത് പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥ വരുത്തല്ല റബ്ബേ, അങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ല റബ്ബേ. പ്രവാസിയുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണമല്ല, വിസയില്ലാത്തവർക്ക് വിസ നൽകണമല്ല, അക്കാമില്ലാത്തവർക്ക് അക്കാമ നൽകണമല്ല, സന്തോഷമുള്ള കുടുംബജീവൻ നൽകണമല്ല, സമാധാനമുള്ള കുടുംബജീവൻ നൽകണമല്ല. ഇവിടെ വന്നവർക്ക് ബറക്കത്ത് നൽകണമല്ല, ഇവിടെ ചെലവഴിക്കുന്ന ഓരോരോ സമയങ്ങളും ഞങ്ങളെ വിഷമങ്ങളെ മാറാനുള്ളതാക്കണമല്ല. ഒരുപാട് ദൂരത്ത് നിന്ന് ഒരുപാട് സങ്കടങ്ങളുമായി വന്നവരാണ്, എല്ലാവരും സങ്കടങ്ങളും നീ മാറ്റി കൊടുക്കണമല്ല. ഒരാളെ ഹക്കും ഭക്ഷിക്കേണ്ട വയറ് തരല്ല റബ്ബേ, ഒരാളെ കുറ്റം പറയേണ്ട കൽബ് തരല്ല അല്ലാ. സമാധാനം നൽകണമല്ല, സന്തോഷം നൽകണമല്ല,
നുണ പറഞ്ഞ് പൈസ ഉണ്ടാക്കേണ്ട ഖൽബ് തരല്ല അല്ലാ. ഞങ്ങളെ മക്കൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കേണ്ട ഒരവസ്ഥ വരുത്തല്ല അല്ലാ. അല്ലാഹു എത്തിയ മക്കളെ സഹായിക്കുന്നവരെ, പാവപ്പെട്ടവരെ സഹായിക്കുന്നവര്, എത്തിയ മക്കൾക്ക് സ്വർണം തന്നവര്, പാവപ്പെട്ടവർക്ക് തന്നവര്, ഒരുപാട് പേര് സ്ഥലം വാങ്ങാൻ പൈസ തന്നവര്, എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണമല്ല, ധാരാളം സമ്പത്ത് നൽകണമല്ല. സിഹറുകാരന്റെ സിഹറിൽ നിന്ന് കാക്കണമല്ല, കണ്ണേറുകാരന്റെ കണ്ണേറിൽ നിന്ന് കാക്കണമല്ല. ഇതൊരു പ്രയാസം ഞങ്ങൾക്ക് തരല്ല അല്ല. തന്ന പ്രയാസങ്ങൾ മാറ്റിക്കൊണ്ടല്ല. ഞങ്ങളെ മക്കളെ നന്നാക്കണമല്ല, അവരെ പരീക്ഷയിൽ വിജയം നൽകണമല്ല. മക്കൾക്ക് നല്ല കൂട്ടുകാരെ കൊടുക്കണമല്ല, മക്കൾക്ക് നല്ല കൂട്ടുകാരികളെ കൊടുക്കണമല്ല. പ്രണയത്തിന്റെ പ്രലോഭനങ്ങളിൽ പെടുത്തല്ല റബ്ബേ. മക്കളെ വലിച്ചെറിഞ്ഞ്, ഭർത്താവിനെ വലിച്ചെറിഞ്ഞ്, ഭാര്യയെ വലിച്ചെറിഞ്ഞ് മറ്റൊരാളെ കൂടെ ഒളിച്ചോടിപ്പോയി ജീവിക്കേണ്ട ഖൽബ് തരല്ല റബ്ബേ. അല്ലാഹുവേ, ഒരാൾ മാനം കെടുത്തേണ്ട ഖൽബ് തരല്ല റബ്ബേ. ഞങ്ങളെ ദുആ സ്വീകരിക്കണമല്ല. ഇനി മരിക്കുന്നത് വരെ ഒരു തങ്ങളെ മുമ്പിലും ഒരു ഉസ്താദിന്റെ മുമ്പിലും അല്ലാഹുവേ ചെന്ന് ഡോക്ടർമാരുടെ മുന്നിലും ചെന്ന് വിഷമങ്ങളും പ്രയാസങ്ങളും പറയേണ്ട ഒരു അവസ്ഥ വരുത്തുള്ള റബ്ബേ. കുടിക്കുന്ന മരുന്നിന് ശിഫ നൽകണമല്ല അല്ലാഹുവേ, കുടിക്കുന്ന മരുന്നിന് ശിഫ നൽകണമല്ല അല്ലാഹുവേ, ഇസ്സത്ത് നൽകണമല്ല. ഭാര്യ ഭർത്താക്കന്മാർ തെറ്റ് നിൽക്കുന്നുണ്ട്, അവരൊരുമിപ്പിക്കണമല്ല, അവരൊരുമിപ്പിക്കണമല്ല. ഭാര്യയും ഭർത്താക്കന്മാരും കേസ് കൊടുത്തവരുണ്ട്, നൂറെ ഹബീബിന്റെ കുടുംബങ്ങൾക്ക് അനുകൂല വിധി നൽകണമല്ല, അനുകൂല വിധി നൽകണമല്ല. ഇന്ന് നമ്മളെ മക്കള് പരീക്ഷ എഴുതുകയാണല്ല, ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണമല്ല, ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണമല്ല, റാഹത്ത് നൽകണമല്ല. ഈ ദുആന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ എല്ലാവരുടെ വിഷമങ്ങളും നീ മാറ്റിക്കൊണ്ടല്ല. ഇനി ഒരാൾ മുന്നിൽ ചെന്ന് യാചിക്കേണ്ട ഒരു അവസ്ഥ വരുത്തല്ല റബ്ബേ. രോഗം തന്നെ പരീക്ഷിക്കല്ല അല്ല, പെട്ടെന്നുള്ള മരണങ്ങൾ തരല്ല അല്ല. കണ്ണേറുകാരന്റെ കണ്ണേറുന്ന ഞങ്ങളെ കാക്കണല്ല. ഇവിടെ വരുന്നവർക്ക് ശിഫ നൽകണല്ല, ഇവിടെ വരുന്നവർക്ക് ശിഫ നൽകണല്ല. അവരുടെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണല്ല, അവർക്ക് സങ്കടങ്ങളെ കൊടുക്കല്ലേ അല്ല. അല്ലാഹുവേ, 8 വർഷമായി ജനപ്രവാഹമാണ്, എല്ലാ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് വരുന്നത്. എല്ലാവർക്കും നീ ശിഫ നൽകണല്ല. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. അല്ലാഹുവേ, കല്യാണം ശരിയാവാത്ത ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്, ഖൈറായ തുണകളെ നൽകണല്ല, ഖൈറായ തുണകളെ നൽകണല്ല. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين. توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله أهل القدير يا الله. صلاة الله سلام الله صلاة الله سلام الله على ياسين حبيب الله. إلهي سلم الأمة من الآفات والنقمة ومن أمن ومن أمة بأهل القدير يا الله. صلاة ഫضല് പറയാലോ, സ്വർണം പൈസ ഒക്കെ ഫضല് പറയാ, സ്ഥലം കൊടുക്കി ഫضല് പറയാന് മെല്ലെ മെല്ലെ മെല്ലെ. നോവുണ്ടോ, വീടാമോറാതുണ്ടോ, ഹാജത്തടങ്ങാനുണ്ടോ, അബീബോർ ചൊല്ലോ നീ സ്വലവാത്തുൽ ഫാത്തിഹ, അതിനാൽ തീരാത്ത കഥനമുണ്ടോ, മാറാത്ത രോഗമുണ്ടോ. അല്ലാഹ് കബൂലാക്കട്ടെ, വിഷമങ്ങളൊക്കെ അത് മാറ്റിച്ചേട്ടെ. പിന്നെ 92 മക്കളെ കെട്ടിച്ചു. നിങ്ങൾക്ക് അറിയോ, നൂറ ഹബീബ് 2 വർഷം കൊണ്ട് 92 മക്കളെ കെട്ടിച്ചു. ഇൻഷാ അല്ലാഹ് ഇനി ഈ വർഷം നവംബറിൽ 20 മക്കളെ കല്യാണം. എത്ര? 20 മക്കളെ കല്യാണം. ഇപ്പൊ തന്നെ മക്കൾ ഇങ്ങനെ വന്നു തുടങ്ങി. ഒരുപാട് മക്കള് ഇന്നും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് യതീം മക്കൾക്ക് നമ്മൾ സ്ഥലം വാങ്ങി. 50 കുടുംബത്തിന്, പാവപ്പെട്ടവർക്ക് യതീം മക്കൾക്കും 50 കുടുംബത്തിന് സ്ഥലം കൊടുക്കുകയാണ്. 4 സെന്റ് വെച്ചിട്ട് 100 ചില്ലാണ് യതീം മക്കൾ ഏറ്റെടുത്തു. ഒരു മാസം 5 ലക്ഷം റുപ്യ ഓൽക്കന്നെ വേണം. ചെറിയ പിഞ്ചു മക്കള്, അനാഥരും മഹതികളും ഉണ്ടല്ലോ. പാവപ്പെട്ടവർക്കും യതീം മക്കൾക്കുമായി ഒരുപാട്
എത്തിയ മക്കൾ ഏറ്റെടുത്തു. 17ഓളം വീട് നിർമ്മിച്ചു. അൽഹംദുലില്ലാഹ് 3 വീട് ഇപ്പൊ നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ മിനിങ്ങാന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് അഹമ്മദ് ജലാലുദ്ദീൻ ബുഖാരി കാട്ടുചെറുപ്പാപ്പാന്റെ മക്കാമിൽ ചെന്നപ്പോ ആ മക്കാമിന്റെ മുന്നിൽ പിഞ്ചു 3 മക്കൾ, ചെറിയ പൈത മക്കള് ഓടി വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ വാപ്പ മരണപ്പെട്ടു, വാപ്പാന്റെ സുബ്ഹാനല്ലാഹ്. മക്കൾക്ക് വീടില്ല. മഹല്ല് കമ്മിറ്റി പറഞ്ഞു, ഞങ്ങളെല്ലാരും പാടെ കൂടിയിട്ട് വാർപ്പ് വരെ എത്തിച്ചിട്ട് തങ്ങളെ വാക്കി അങ്ങോട്ട് ഞങ്ങളെ കൊണ്ട് കഴിയുന്നില്ല. ഈ മക്കളോ ഞാൻ അന്വേഷിക്കാൻ വിട്ടു. ചെന്ന് നോക്കുമ്പോ എന്റെ അടിമന്മാര് ചെന്ന് നോക്കുമ്പോ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ഗതിയില്ലാത്ത 3 മക്കളും 30 വയസ്സ് പ്രായമുള്ള വിധവയായ ഒരു സഹോദരി. അങ്ങനത്തെ നൂറ്റിച്ചില്ലാന കുടുംബത്തെ ഏറ്റെടുത്തിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആ മക്കൾക്കൊരു വീടുന്ന സ്വപ്നം, ആ മക്കൾക്കൊരു വീട് പകുതി ബാക്കി പണി ഞാൻ പൂർത്തീകരിച്ചു കൊടുക്ക എന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആ മക്കൾ അത് കേട്ടപ്പോ സന്തോഷം കൊണ്ട് കരയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെറുപ്രായത്തിൽ നമ്മളെ മക്കളെ യതീമാക്കാതെക്കട്ടെ. ഒരാളെ മുന്നിൽ ചെന്നിട്ട് ഞങ്ങൾ യതീമ, എന്റെ കുട്ടികൾ യതീമ, ഒരു ഗതി ഞങ്ങൾക്കില്ല, അതുകൊണ്ട് എന്തെങ്കിലും സഹായിക്കണമെന്ന് പറഞ്ഞ് ഒരാളെ മുന്നിൽ ചെന്ന് കൈ നീട്ടേണ്ട ഗതികേട് നൂറെ ഹബീബിന്റെ കുടുംബങ്ങൾക്ക് കൊടുക്കാതിരിക്കട്ടെ. അൽഹംദുലില്ലാഹ്. അങ്ങനെ ഒരുപാട് പള്ളികള്, മദ്രസകള്, യതീംഖാനകൾ, എത്രങ്ങാനും ജീവക്കാരുടെ പ്രവർത്തനങ്ങളാണ്. അൽഹംദുലില്ലാഹ്. ദർസ് തുടങ്ങുകയാണ്. അപ്പൊ വരുന്ന ഈ മാസം അതുപോലെ തന്നെ നമ്മൾ സ്ഥലത്തിന്റെ അല്ലെ, നിങ്ങൾക്ക് അറിയാലോ അല്ലെ, നമ്മൾ സ്ഥലം വാങ്ങി 2 ഏക്കർ സ്ഥലം വാങ്ങിയിട്ടുണ്ട്. 1 ഏക്കർ സ്ഥലം രജിസ്റ്റർ ചെയ്യാനുണ്ട്. നിങ്ങൾ എല്ലാവരും ഒരു കസാല ഇടാനുള്ള സ്ഥലം അത് മാത്രം എനിക്ക് ചെയ്തു തന്നാൽ മതി. എത്തിയ മക്കളൊക്കെ എങ്ങനെങ്കിലും ഞാൻ നോക്കും. എല്ലാവരും കൊടക്കാട് ഒരു കസാല ഇടാനുള്ള സ്ഥലം അത് അവിടെ ഉണ്ടാകും. ഇവിടെ നമ്മള് ഇന്ന് കേരളത്തിലും ഏറ്റവും വലിയ സ്വലാത്ത് നടക്കുന്ന സ്ഥലം മേലെ കൊടക്കാട്, നിങ്ങൾക്ക് അറിയാലോ അല്ലെ. 2-3 കിലോമീറ്റർ ബ്ലോക്കാണ്. 2 ഏക്കർ സ്ഥലം 4 കോടി റുപ്യാണ്. ഇപ്പൊ ഞാനത് വാങ്ങിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒരു കസാല ഇടാനുള്ള സ്ഥലം കൊടക്കാട് നിങ്ങൾ വാങ്ങണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മരിച്ചു പോയിപ്പോ ഖബർ കിടക്കുമ്പോ നമ്മൾ വാങ്ങിയ സ്ഥലത്ത് മറ്റൊരാൾ വന്ന് സ്വലാത്ത് ചൊല്ലുമ്പോ അതിന്റെ ഫദിലും അല്ലാഹു നമ്മളെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു തരട്ടെ. ഒരുപാട് പേര് ഇപ്പൊ ഒരാൾ 53,000 രൂപ കൊടുത്തയച്ചിട്ടുണ്ട്. 53,000 ഒരു കുടുംബം സ്ഥലത്തിന് വേണ്ടി. അതുപോലെ ഒരു വല്യമ്മ ഇപ്പോ അങ്ങനെ ഒരുപാട് ആളുകൾ അല്ലാഹു അതൊന്നും വെറുതെ ആക്കാതെക്കട്ടെ. ഖബറിലേക്ക് അല്ലാഹു റഹ്മത്തിന്റെ മലക്കിനെ ഇറക്കിച്ചെടുത്തെ. ഈ വർഷം ഒരുപാട് മക്കളെ കല്യാണം. ഇപ്പൊ തന്നെ സ്വർണ്ണങ്ങൾ വരാൻ തുടങ്ങി. ഒരാളോടും ഇതുവരെ അല്ലാഹു തന്നെയാണ് സത്യം, ഒരാളോട് ഇതുവരെ 1 ഗ്രാം സ്വർണം കൊണ്ട് പറഞ്ഞിട്ടില്ല. ഇവിടെ എന്ത് നേർച്ചയാക്കിയാലും ഫലം അല്ലേ. ഇവിടേക്ക് എന്ത് നേർച്ചയാക്കിയാലും അതിനൊരു ഉദാഹരണം. ഇപ്പൊ ഞാൻ ഒരുപാട് ആള് അല്ലെ ഒരു സ്വർണ്ണം തന്നു ഇഷ്ടം. ഇപ്പൊ ഇനി കുട്ടികളെ കെട്ടിക്കാൻ ഈ മാസം ഇപ്പൊ തന്നെ സ്വർണ്ണം എടുക്കാന്ന്. ഇപ്പൊ തന്നെ സ്വർണ്ണങ്ങൾ വരാൻ തുടങ്ങി. അൽഹംദുലില്ലാഹ്. സ്വർണത്തിന്റെ വില എത്രയും നിങ്ങൾക്ക് അറിയില്ലേ. ചെറിയ മോതിരാണ് കൊണ്ടുവരുമ്പോ ഇവിടെ ചികിത്സക്ക് വന്നിട്ട് ഫളില് കിട്ടിയിട്ട് തരുന്നതാണ്. അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഒരു മോതിരം നല്ല കനോണ്ട് തോന്നുന്നുണ്ട് അല്ലെ, നല്ല വെയിറ്റും ഉണ്ട്. അല്ലാഹു എവിടുന്നാ വരുന്നത്? കോട്ടക്കൽ. ഇത് തരാതൊരു കാരണം ഉണ്ട്. എന്താ? ഇവിടെ വന്ന് പറഞ്ഞു. എത്ര മുതൽ കിട്ടി? 5ഓളം കിട്ടി. എത്ര കൊല്ലായി? കേട്ടോളി. ഒരു മോതിരം ഉമ്മ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഈ മോതിരം നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന അല്ലാഹു സ്വീകരിക്കട്ടെ. 6 കൊല്ലം മുമ്പ് മൂപ്പരേക്കുന്ന ഒരാള് 6.5 പവനും 2 ലക്ഷം റുപ്യയും വാങ്ങി കൊടുക്കൂലായിരുന്നു. അങ്ങനെ കൊടക്കാട് വന്നു. അൽഹംദുലില്ലാഹ്. വന്നിട്ട് ഇപ്പൊ എത്ര മാസം? അപ്പോ അൽഹംദുലില്ലാഹ് ഇവിടെ വന്നു കിട്ടുന്ന് പറഞ്ഞു. 5 പവന്റെ സ്വർണം കൊണ്ടേ കൊടുത്തു. എത്ര? 6 കൊല്ലായി കൊടുക്കൂലെന്ന് പറഞ്ഞത്. അവിടെ വന്നു കണ്ണേറ് ബാത്തിലാക്കി. അയാളെ മനസ്സ് മാറി. ഇതാ ഇൻഷാ അല്ലാഹ് 5 പവന്റെ മാല കൊണ്ടേ കൊടുത്തു. അതിന് ഫദിലമായിട്ട് തന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന ഒരു അമലായി അല്ലാഹു സ്വീകരിക്കട്ടെ. ഇനി അടുത്തത് ഇതെന്താണ്? ആൺകുട്ടിയോ പെൺകുട്ടിയോ? എത്ര വയസ്സ്? ഹജ്ജിന് ഒരു പൊന്നുമോന്റെ കല്യാണം ശരിയായിരുന്നില്ല. ഇവിടെ വന്നു. അൽഹംദുലില്ലാഹ്. കണ്ണേറ് ബാത്തിലാക്കി. പൊന്നുമോന്റെ കല്യാണം കഴിഞ്ഞു. അല്ലാഹു പൊന്നുമോന്റെ കുടുംബത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. അതിന് ഇൻഷാ അല്ലാഹ് എത്തിയ മക്കൾക്ക് ഒരു മോതിരം അല്ലാഹു ബറക്കത്ത് നൽകട്ടെ. ഇനി പൈസ ഉണ്ടോ? ഇനി ഇത് പറ.
ഇടുക്കിന്ന് വരുന്നത്. ഇടുക്കിന്ന് എൻ്റെ മോൾക്ക് 3.5 വർഷമായിട്ട് കുഞ്ഞാവൊന്നും വിശേഷമായില്ലായിരുന്നു. അപ്പൊ ഞാൻ മജിലിസിലിരുന്നു. അപ്പൊ 7 മാസം മാഷാ അല്ലാഹ്. മകള് ഗർഭിണി അല്ലായിരുന്നു. 4 കൊല്ലം അല്ലേ? അൽഹംദുലില്ലാഹ്. എത്തിമക്കൾക്ക് ഒരു പൈസ നേർച്ചയാക്കിയിട്ടുണ്ട്. ഇപ്പൊ തന്റെ മകള് ഗർഭിണിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഖപ്രസവം കൊടുക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ആരുമില്ലല്ലോ? ഫളില് പറ. 9 കൊല്ലം ആധാരം ബാങ്കിൽ ഇവിടെ വന്നീനോ? ഇപ്പൊ എടുത്തോ? 9 കൊല്ലം ആധാരം ബാങ്കിലായിരുന്നു. ഇവിടെ വന്നു. അൽഹംദുലില്ലാഹ്. കണ്ണേറ് ബാത്തിലാക്കിപ്പോ അതെടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനി അത് ബാങ്കിൽ വെക്കേണ്ട ഒരു അവസ്ഥ റബ്ബ് തരാതെക്കട്ടെ. ഞാനല്ലത് ഞാനില്ലല്ലോ. തക്ബീർ ചൊല്ലിയാണ് കേട്ടോ. ഇപ്പൊ സഹായിച്ചവർക്ക് അല്ലാഹു കൊടുക്കട്ടെ. തന്നവർക്ക് ഇനി ഒരുപാട് സമ്പത്ത് അല്ലാഹു കൊടുക്കട്ടെ. ഇന്ന് രാവിലെ 10 കൊല്ലം നിങ്ങൾ കേട്ടോ? ഇന്ന് രാവിലെ 10 കൊല്ലം മക്കളുണ്ടാകാത്തൊരു സഹോദരി ഒരു മോതിരം കൊണ്ട് തന്നിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കുട്ടിയായിട്ട് ഒന്ന് ഒരുപാട്. അതുപോലെ ഇന്ന് 2 മോതിരം രാവിലെ തന്നെ കിട്ടിയിരിക്കണം. ഒന്ന് 10 കൊല്ലത്തിന് ശേഷം മക്കളുണ്ടായതും പിന്നെന്താ ഒന്ന് വേറൊരു മോതിരം കിട്ടിയിട്ടുണ്ട്. അല്ലാഹു ബർക്കത്ത് കിട്ടും. ഇതെന്താണ് ഉമ്മ? ഇവിടെ വന്നിരുന്നു അല്ലേ? ഇത് സ്ഥലത്തിന് മകന്റെ ജോലി ശരിയായി. അല്ലാഹു ബർക്കത്ത് ശമ്പളം അയച്ചു. ഇത് എത്തീമിന് ഇപ്പൊ റാഹത്താണ്. അല്ലാഹു ബർക്കത്ത്. മകന് ജോലി ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ജോലി ശരി. എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത്. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും വേണ്ടി ഒറ്റ ഫാത്തിഹ ചെറിയ ദുആ. അൽ ഫാത്തിഹ ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. അല്ലാഹുവേ സാമ്പത്തികമായ ബുദ്ധിമുട്ടുന്ന ഈ സമയത്ത് ഞങ്ങൾക്ക് സഹായിച്ച യതീമക്കളെ സഹായിച്ചവരെ സഹായിക്കണല്ലാ. എല്ലാവരും മുറാദും നാസിലാക്കി കൊടുക്കണല്ലാ. ഇവിടെ വന്നവർക്ക് നീ ഖൈർ നൽകണല്ലാ, ബറക്കത്ത് നൽകണല്ലാ. ഒരു വശം നീ തരാതിരി കൊടുക്കല്ലേ അല്ലാ. സ്ഥലത്തിന് ഒരുപാട് പേര് സ്ഥലത്തിന് വരുന്നുണ്ട്. അല്ലാഹു അവർക്ക് നല്ല സ്വർഗ്ഗം അല്ലാഹു നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹം.